ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്കു ഉൾക്കനെ ചിന്തിച്ചു കൊള്ളുവാൻ ബുദ്ധിയും പോരാ. ആരാ ആരെ കാണാമെന്ന അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഉടുപ്പും ഇത്തിട്ടിരിക്കുന്ന ഞാനും ദേ ഈ നിമിഷത്തിന് വേണ്ടിയല്ലേ ഇത്രയും നാൾ കാത്തിരുന്നതെന്ന്. അയ്യോ, എന്താ പേര്? മെറ്റിൽഡ. ഓ, ആരാ ഈ പാട്ട് പഠിപ്പിച്ചു തന്നത്? പള്ളിയിലെ പാട്ട് കേട്ട് തനിയെ പഠിച്ചതാ. കുട്ടി തനിയേ ഉള്ളൂ? അമ്മച്ചിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ അമ്മച്ചിക്കും ഞാൻ മാത്രമേ ഉള്ളൂ. ഓ, ആ ആ പാട്ട് മുഴുവനും അറിയോ? കൊറേയൊക്കെ. എന്റെ അമ്മച്ചിക്ക് മുഴുവനും അറിയാം. വരുന്നോ? വിളിച്ച ഏ ആ രണ്ടുപേരി ഒന്നുകൂടെ പാടുവോ? എനിക്ക് കേൾക്കാനാ. അമ്മ കന്യ. ഞാൻ ഒരുങ്ങ അമ്മച്ചി. ഏ? അയ്യോ, ഇനിയാണ് താൻ തന്റെ കഴിവ് കാണിക്കേണ്ടത്. അത് ഞാൻ കാണിക്കും. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വെരി ഗുഡ്. അപ്പൊ ഉടനെ തന്നെ അവർ രണ്ടിനെ ഇവിടെ ചാടിക്കണം. ആരെ? ആ മദറിനെ, ആ ടീച്ചറിനെ. എന്തിന്? അവരിവിടെ നിന്ന പ്രശ്നമാണ്. അതുകൊണ്ട് താൻ ഉടനെ ഒന്ന് ഊട്ടിക്ക് പോകണം. അവിടെ സ്കൂൾ പാർലറിൽ ഭംഗിയുള്ള ഒരു പോർച്ചുഗീസ് ഷാൻഡലിയർ ഉണ്ട്. ജനൽ കമ്പി വിളച്ചകത്ത് കയറി ആരോ അത് മോട്ടിക്കാൻ ശ്രമിച്ചു എന്ന് താൻ അവിടെ നിന്ന് ഒരു ഫോൺ കാച്ചിയാൽ അവരിവിടെ നിന്ന് പാഞ്ഞോളും. മദർ മാത്രം പാഞ്ഞാ പോരെ? ആ ടീച്ചർ ഇവിടെ നിന്നോട്ടെ. ആ കുട്ടി പാവല്ലേ. അമ്മ കന്യ. മദർ ഒറ്റയ്ക്ക് പോവില്ലടോ, ടീച്ചറെയും കൊണ്ടേ പോകൂ. അതിന് ഞാൻ എന്തിനാ ഊട്ടിക്ക് പോണേ? ഇവിടെ ഇവിടുന്നെങ്കിലും ഫോൺ ചെയ്താ പോരെ? പോരാ, ഊട്ടിക്ക് പോകണം. തനിക്കറിയാലോ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യാറുള്ളൂ. ഊട്ടിന്ന് ഫോൺ ചെയ്യുക മാത്രമല്ല, അത് വളരെ വിശ്വാസയോഗ്യമായ രീതിയിൽ താൻ അവതരിപ്പിക്കുകയും വേണം. അതിനെങ്ങനെയൊക്കെ പ്ലേ ചെയ്യണോ അങ്ങനെയൊക്കെ പ്ലേ ചെയ്യണം. മനസ്സിലായോ? ഒക്കെ മനസ്സിലായി. ആ. പക്ഷെ എനിക്കൊരു സംശയം. ഞാൻ എന്തിനാ ജനിച്ചേ? ഏ ഞാൻ എന്തിനാ ജനിച്ചെന്ന്? ഇതിനൊക്കെ തന്നെ. താനല്ലാതെ ഇതൊക്കെ ഭംഗിയായി ചെയ്യാൻ വേറൊരു സ്ഥാനാർത്ഥിയില്ല ഈ ഭൂലോകത്ത്. മനസ്സിലായോ? അല്ല, കുര്യാക്കോസ് എപ്പ എത്തി? വന്നു. എനിക്ക് വട്ടളകും. വട്ടളകിയാ പിന്നെ എന്നെ പിടിച്ചാ കിട്ടില്ല. അമ്മച്ചിക്ക് സുഖാണോ കുര്യാക്കോസെ? ഇന്നലെ വരെ സുഖമായിരുന്നു. ഇന്നത്തെ സുഖം അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് വിവരം പറയാം. ആ തൂണിന്റെ അവിടെ തന്നെ നിൽക്കില്ലേ? രാവിലെ വിളിച്ചപ്പോ ശിവരാമേട്ടൻ കുര്യാക്കോസ് വരുന്ന കാര്യമൊന്നും പറഞ്ഞേ ഇല്ല. ദേ, ശിവരാമേട്ടന്റെ കാര്യമൊന്നും പറയണ്ട. ഏതായാലും സ്കൂൾ തുറക്കണ വരേ ഉള്ളൂ. മമ്മിയും ശിവരാമേട്ടനും ഫോട്ടോവും ഈ കണ്ണിറുക്കി കാണിക്കലൊക്കെ. വാ, തന്നെ ബസ് സ്റ്റാൻഡിൽ വിടാം. ആ, ഇതിനേക്കാളും ഭേദം ഊട്ടി തന്നെയാ. മിസ്റ്റർ വിജയഭാസ്കർ, ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒന്ന് ചുറ്റാൻ കൊണ്ടുപോകണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ആർ യു റെഡി? ഡാഡി റെഡി. ഡാഡി റെഡി. താങ്ക് യു, താങ്ക് യു. മെറ്റിൽഡ, ഞാൻ റെഡി മദർ. മിസ്സസ് വിജയഭാസ്കർ, കമ്മിങ് മദർ. കേറും മെറ്റിൽഡ. we are going out. Get in, get in. ടീച്ചർ മെത്താര ചവിട്ടണേ. കുര്യാക്കോസെ, എന്ത്? ആ, ദേ, തുറക്ക്. Oh, thank you, gentlemen. You're so nice. അതെ, ഞാൻ എവിടെയാ കയറുക? കുര്യാക്കോസ് കാര്യം ചെയ്യും. ഒരു ഓട്ടോ പിടിച്ച് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കും. ഹലോ. Is it Bangalore 615759? യെസ്, യു ആർ റൈറ്റ്. Call from Ooty, sir. കാൾ ഫ്രം ഊട്ടി. മദർ, ഊട്ടിയിൽ നിന്ന് ഒരു കോളുണ്ട്. Hello. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. Oh my God. അയ്യോ എന്താ മദർ? മെറ്റി, നമ്മുടെ പാർലറിലെ പോർച്ചുഗീസ് ഷാൻഡലിയർ ആരോ കക്കാൻ ശ്രമിച്ചു. കക്കലും മോട്ടിക്കലും ഒക്കെ ഇപ്പൊ സർവ്വസാധാരണമല്ലേ? ഓ ഗോഡ്. എന്താ? മെറ്റി, അവൻ ജന്നൽ കമ്പി വളച്ച് അകത്ത് കയറാൻ ശ്രമിച്ചു. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചെന്തോ തലപോകുന്ന കാര്യമായിരിക്കുന്നു. நீங்க கவலைப்பட வேண்டாம் மதர். அவன் அரெஸ்ட் பண்ணியாச்சு. அவன் பேர் குரியாக்கோஸ். അവനെ അറസ്റ്റ് ചെയ്തു മെറ്റി. അവന്റെ പേര് കുര്യാക്കോസ്. அவன் ஒரு பயங்கரமான திருடன். இதுக்கு முன்னாடி அவன் நிறைய இடத்துல திருடி இருக்கான். எவ்வளவு கேட்டாலும் உண்மையே சொல்ல மாட்டேங்கிறான். அவன் முகத்தை பார்த்தாலே அவன் ஒரு பெரிய திருடன் தெரியுது மதர். அவன் முழிக்கிற மொழியே சரியில்லை. ആരാ? എന്താ കാര്യം? ഊട്ടിയിലെ സർക്കിൾ ഇൻസ്പെക്ടറെ കള്ളനെ പിടിച്ചു. സാർ, ഇതെല്ലാം ഒരു ചിന്ന വിഷയം തന്നെ. അതുക്കായ നീങ്ക അവനെ ഒന്നും പണ്ട വേണ്ട. പറ്റില്ല പറ്റില്ല. അവനെ നല്ല നാല് ഇടി ഇടിങ്കോ. அவனை இடிக்கணும், அவ்வளவுதானே. அதை நான் பாத்துக்கிறேன். ஆமா, நீங்க யாரு? ഞാൻ മിസ് ടീച്ചർ മെറ്റിൽഡ. மெட்டில்டாவா? യു ടു മെറ്റി. டீச்சர், அவன் யூ2 மெட்டின்னு சொல்றான். അയ്യോ മദർ, അവൻ എനിക്കിട്ടും വെച്ചിട്ടുണ്ടെന്ന്.
നിർത്ത് നിർത്ത്, നമ്മൾ ഉടനെ അങ്ങോട്ട് വരുന്നു പറഞ്ഞ് ഫോൺ വെക്കാം. എന്നാ നാങ്ക വാങ്ങയ്യ. മിസ്റ്റർ വിജയഭാസ്കർ, ഞങ്ങൾക്ക് ഉടനെ തന്നെ പോണം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. അടുത്ത ട്രെയിൻ അല്ലെങ്കിൽ ബസ്. ബസ് ടിക്കറ്റ് റെഡി. ബസ് ടിക്കറ്റ് എന്തിനു നേരത്തെ മേടിച്ചു വെച്ചു? അല്ല, പെട്ടെന്ന് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പോകേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചു. ഓ, ഹൗ സ്വീറ്റ്, താങ്ക് യു. Welcome. മെറ്റി, നമുക്ക് പോകാം. റെഡി. രക്ഷപ്പെട്ടു അല്ലേ? എവിടെ രക്ഷപ്പെട്ടു? ഇനി കുര്യാക്കോസിനെ രക്ഷപ്പെടുത്തണ്ടേ മദറക്ക അവിടെ എത്തുന്നതിന് മുമ്പ്? ആരെയാ ഒന്ന് പിടിക്കുക? வாங்க வாங்க. வணக்கம் சார். மன்னிக்கணும் சார், ஆளை மாத்தி அடிச்சிட்டேன். ஐயா இவ்வளவு பெரிய ஆளுன்னு எனக்கு தெரியாது. இந்த ட்ரெஸ்ஸ போட்டுக்கங்க. இந்த காக்கி Dress மாறிட்டு இந்த Dress நீ போடு. சார் சார் ப்ளீஸ் இத போட்டுக்கங்க சார். போட மாட்டேன் பொட்டா. சார் இப்படியே போனீங்கன்னா அசிங்கமா இருக்கும் சார். இந்த ட்ரெஸ்ஸ இந்த போட்டுக்கங்க சார். Dress വേണ്ട, ഒന്നും വേണ്ട. இந்த നിക്കറോടെ എനിക്ക് ബാംഗ്ലൂർക്ക് പോണം. എന്നെ അമിച്ചവനെ എനിക്കൊന്ന് பார்க்கணும். அப்படி சொல்லாதீங்க சார். പിന്നെ ഞാൻ എപ്പടി சொல்லണ്ട സോമ്പേരി? സാർ നിങ്ങളുടെ തന്ത്രോ മന്ത്രോ ഒന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നില്ലയോ? നീ ആരോടാ ഇത്ര ദേഷ്യപ്പെടുന്നു? എന്റെ കാര്യം തോന്നുന്നു. മദർ, പിന്നെ തെറ്റി. അവര് തമ്മിൽ ഇവിടെ പൊരിഞ്ഞ വഴക്ക്. ഒന്ന് വേഗം ചെന്നേ. ഓ മൈ ഗോഡ്, ഇവിടെ എനിക്കിനി ഒന്നും കേൾക്കണ്ട. നമ്മൾ തമ്മിലുള്ള കണ്ടീഷൻസും ബന്ധങ്ങളും എല്ലാം ഇതോടെ തീരും. ഇനി നിങ്ങൾ ഇവിടെ കാണരുത്. നിന്റെ പറച്ചിൽ കേട്ടാ നിന്റെ കൂടെ ഇവിടെ കഴിയണമെന്ന് എനിക്കെന്തോ നിർബന്ധമുള്ള പോലെയാണല്ലോ. വേണ്ട, നിർത്തിയേക്കാം. ഇപ്പൊ കുട്ടികളെ കൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങുന്നു. ദാ ഈ നിമിഷം. പാടില്ല, പോകാൻ പാടില്ല മിസ്റ്റർ വിജയഭാസ്കർ. ഒരു കാരണവശാലും നിങ്ങൾ ഈ വീട് വിട്ടു പോകാൻ പാടില്ല. ആ കുട്ടികളെ പറ്റി ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ അങ്ങ് ഊട്ടിയിൽ നിന്ന് വന്ന എന്നെയും മിസ് മെറ്റലിനെയും പറ്റി ഒന്ന് ഓർത്തു നോക്കൂ. ദൈവനാമത്തിൽ ഞാൻ പറയാണ്, നിങ്ങൾ വഴക്കിട്ട് പിരിയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ മുറിയിൽ ഇന്ന് മുഴുവൻ നിങ്ങൾ ഒരുമിച്ച് കഴിയണം. കഴിഞ്ഞേ പറ്റൂ. വരൂ മെറ്റിൽഡ, നമുക്ക് ഈ വാതിൽ ചാരാം. മെറ്റി കുട്ടികളുടെ അടുത്തേക്ക് വെക്കോളൂ. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ മദർ. കാണിക്കുന്ന ഒട്ടും ശരിയല്ല. ഞാൻ എന്ത് ചെയ്തെന്നാ? അവിവാഹിതയായ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന ഈ മുറിയിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ഞാൻ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി ചെന്നാ അവര് വിടില്ല. അതെന്റെ കുഴപ്പമാണോ? എന്റെ കുഴപ്പമാണോ? ഇപ്പൊ സമയം എത്രയായി? 8 കഴിഞ്ഞു. നിങ്ങൾ ഉടമ്പടി തെറ്റിച്ചു. ഇനി ഒരു മിനിറ്റ് പോലും നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പാടില്ല. ശരി. മിസ്റ്റർ വിജയഭാസ്കർ, നിങ്ങൾ വീണ്ടും പിണങ്ങി പോകുകയാണോ? ഞാൻ നിങ്ങളെ വിടില്ല. ഈ രാത്രി മുഴുവൻ നിങ്ങൾ ഇവിടെ കഴിയണം. പിണക്കം തീർത്തിട്ടേ ഞാൻ വിടും. പിണക്കം തീർന്നു മദർ. മദറിന്റെ പ്രാർത്ഥന തുടങ്ങിയപ്പോഴേ ഞങ്ങളിൽ ഒരു ദിവ്യമായ ശാന്തി അങ്ങ് നിറഞ്ഞു. അത് പറയാൻ വന്നതാ. അതെയോ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. മദർ, ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഓർത്തു പോകുന്നത് ആ കുന്തിയെ പറ്റിയാണ്. ആരെ പറ്റി? കുന്തി, പുരാണത്തിലെ കുന്തി. സൂര്യദേവന് ഭർത്താവായി സ്വീകരിച്ച കുന്തി, പിന്നെ പല ദേവന്മാരെയും ഭർത്താവായി സ്വീകരിച്ച കുന്തി, ഒടുവിൽ സ്ത്രീകളെ സ്പർശിച്ചാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് ശാപം കിട്ടിയ പാണ്ഡുവിനോടൊരുമിച്ച് ഒരേ കട്ടിലിൽ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, കൊടുക്കാം. യെസ്, ഡാനിയൽ ഊട്ടി ഹിയർ. കുട്ടിയും കുട്ടികളൊന്നും വേണ്ട, വെറും ഡാനിയൽ മതി. എന്നാ വെറും ഡാനിയൽ ഹിയർ. ആ, കുട്ടനും കുട്ടികളും അവിടെ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഇതുവരെ എത്തിയിട്ടില്ല. വണ്ടി പോയിട്ടുണ്ട്, ഇപ്പൊ എത്തും. എയർപോർട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോ പ്ലെയിൻ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി വല്ല ആഫീസിലേക്കാറ്റ പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ആ, അമ്മയുടെ കയ്യിൽ കൊടുക്കാം. ഡാനിയലൂട്ടി, ബാംഗ്ലൂരിൽ പുറത്തൊക്കെ പോണോന്നും പറഞ്ഞു കുട്ടികൾ നിർബന്ധം പിടിക്കും. ഒരു കാരണവശാലും വിടരുത്. ഈ വീട് വിട്ട് പുറത്തിറങ്ങാൻ തോന്നാത്ത തരത്തിലുള്ള സർവ്വ കളിപ്പാട്ടങ്ങളും ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ ആർക്കും ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അവർക്ക് രാവിലെ പാലിൽ റൊട്ടി മുക്കി. അതൊക്കെ അദ്ദേഹം എത്തിപ്പോയിന്നാ തോന്നുന്നു. ഞാനിന്ന് നോക്കട്ടെ.
അയ്യോ കുട്ടികൾ ഉറങ്ങിപ്പോയോ? ദേ നോക്കിക്കേ, മോനെ മോളെ. ദേ ഡാനിയൽ ചങ്ങളെ നോക്കിക്കേ, മോനെ. ഹലോ ഹലോ. ദേ എന്തൊക്കെ കളിസാമാനങ്ങളാന്ന് നോക്കിയേ. കാറുണ്ട്, ജീപ്പുണ്ട്, ബലൂൺ ഉണ്ട്, ജിരാസി പാർക്ക് ഉണ്ട്, തീവണ്ടി ഉണ്ട്. മോനെ. ഹലോ ഹലോ. ഇങ്ങനെ ഉറങ്ങിയാലെങ്ങനെയാ? പഴം കഴിക്കണ്ടേ, പാല് കുടിക്കണ്ടേ? മോനെ മോളെ. എടോ ഡാനിയലേ, താൻ ഇങ്ങോട്ട് വർത്താനം പറയടോ, ഇത് STD ആടോ. ഇപ്പൊ കണ്ണു തുറക്കും, എന്നിട്ട് പാല് ചോദിക്കും, കേക്ക് ചോദിക്കും. മോളെ മോനെ. ഉണ്ടല്ലേ മോനെ. ഡാനിയലോട് ഇത്രയും ശ്രമിച്ചിട്ട് അവർ ഉണർന്നില്ലല്ലോ. ഇല്ല. എന്നാ ഇനി വിളിക്കണ്ട, രാവിലെ അവർ തനിയെ ഉണർന്നോളൂ. അയ്യോ, അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഫ്ലൈറ്റ് നല്ലോണം കഴിച്ചു, അത് മതി അവർക്ക്. പെട്ടിയെടുത്ത് വയ്ക്കും. ഓ. ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നു? ഹലോ പുല്ലേ. ഇങ്ങനെ പട്ടിണി കിടന്നോണ്ടൊന്നും പ്രശ്നം തീരില്ല. ചായയും ഇപ്പൊ പൊരിച്ചെടുത്ത കട്ട്ലേറ്റും ഉണ്ട്. കഴിക്കണോ അതോ ചൂടോടെ എടുത്ത് കളയണോ? പിള്ളേര് കാണാതെ ഇവിടെ എവിടെയെങ്കിലും എടുത്ത് വെച്ചേക്ക്. മിക്കവാറും അത് മമ്മിയായിരിക്കും. അപ്പുറത്തെ മുറിയിൽ ഫോൺ എടുത്താ മമ്മിയും ഡാഡിയും സംസാരിക്കുന്നത് കേൾക്കാം. ചെല്ല്, വാ 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 വാ. ഹലോ, ഞാൻ കുര്യാക്കോസാണ്. ആ എന്തായി? മേഡത്തിനെ കണ്ടു, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. എന്നിട്ട് പറ. എന്നിട്ട് എനിക്ക് അങ്ങനെ 2 കുട്ടികളും ഇല്ല, അങ്ങനെ ഒരു വീടും ഇല്ല, അങ്ങനെ ഒരു ഭർത്താവില്ല എന്നും പറഞ്ഞു. മേലിൽ ഇത്തരം കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടാന്നും പറഞ്ഞു. കുട്ടികൾ പട്ടിണി കിടക്കുന്ന കാര്യം പറഞ്ഞില്ലേ? അവിടെ കണ്ടതും കേട്ടതും ഒക്കെ വിശദമായിട്ട് പറഞ്ഞു, കുറച്ച് കൂടുതലും പറഞ്ഞു. താൻ രാവിലെ ഇങ്ങോട്ട് പോരും. കുര്യാക്കോസ് ആയിരുന്നു. ഇങ്ങനെ ഒരു ഭർത്താവും മക്കളും അവൾക്ക് ഇല്ലാന്ന്. ഇനി ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ട് ആരും അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. എങ്ങനെയുണ്ട്? ശിവരാമേട്ടൻ ഇത് അമ്മയോടും പിള്ളേരോടും പറയണ്ട, അവര് വിഷമിക്കും. എന്തായി ശിവരാമ? എല്ലാം പതിവ് നാടകങ്ങൾ തന്നെ. ഫോണോടത്തോളം അങ്ങോട്ട് പോട്ടെ, അല്ലാണ്ട് എന്താ ചെയ്യാ? ഞാനും അതാ ആലോചിച്ചേ. പക്ഷെ ഇങ്ങനെ ഇത് എത്ര നാൾ കൊണ്ടുപോകും? ഉടനെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. കുട്ടമല്ലോം കഴിച്ചോ? കുട്ടിയോള് മക്കളെ ഓടിവാ. എന്നാലും ഈ അച്ഛമ്മയുടെ അടുത്ത് വരാൻ ഇത്ര വൈകിയല്ലോ. ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയല്ലേ അച്ഛമ്മ, മമ്മിയെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. എന്നാലും ഇത്ര കടുപ്പമായി പോയി സുധി. ശിവരാമ, കുട്ടിയോള് പിണക്കമൊക്കെ തീർത്ത് വന്നു കുട്ടനോട് എന്ന് പറ. പക്ഷെ എന്റെ പിണക്കം അത്ര പെട്ടെന്നൊന്നും തീരൂല. ആ മമ്മിയുടെ കാര്യം ഒരിക്കലും ഇനി സംസാരിക്കില്ല എന്ന് വാക്ക് തരണം, എങ്കിലേ എന്റെ പിണക്കം തീരൂ. മമ്മിയെ വിളിച്ചോണ്ട് വന്ന് ഇനി ഒരിക്കലും ഡാഡിയുടെ അടുത്ത് പറയില്ല. ഞങ്ങളുടെ മമ്മിയെ ഞങ്ങൾ എപ്പോഴെങ്കിലും കണ്ടുപിടിച്ചോളാം. അതെങ്ങനെ? അതൊക്കെയുണ്ട്. ഞങ്ങൾക്ക് മമ്മിയുടെ ഒരു ഫോട്ടോ തന്നാ മതി. ഓ, ഫോട്ടോയും തരില്ല, പേരും പറഞ്ഞു തരില്ല, അഡ്രസ്സും പറഞ്ഞു തരില്ല. അതൊക്കെ മറക്കണം, മറന്നേ പറ്റൂ. ഡാഡി മറന്നോളൂ, പക്ഷെ ഞങ്ങള് മറക്കില്ല. അച്ഛമ്മ ഒന്ന് പറഞ്ഞ അച്ഛമ്മ, ഞങ്ങളുടെ മമ്മിയെ കണ്ട എങ്ങനെ ഇരിക്കുന്ന? നിങ്ങളുടെ മമ്മിയെ പറ്റി പറഞ്ഞ അച്ഛമ്മയ്ക്ക് ആകെ സങ്കടാവും കുട്ടിയെ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞേക്കാം. വാ, എന്തൊക്കെയാണ് അറിയേണ്ടത്? മമ്മി എങ്ങനെയാ ചിരിക്കുന്നേ, മമ്മി എങ്ങനെയാ നടക്കുന്നേ, മമ്മിക്ക് ദേഷ്യം വന്നാൽ എങ്ങനെ ഇരിക്കും, മമ്മിക്ക് സങ്കടം വന്നാൽ എങ്ങനെ ഇരിക്കും, മമ്മിക്ക് സ്നേഹം വന്നാൽ എങ്ങനെ ഇരിക്കും, ഇത്രയല്ലേ ഉള്ളൂ. എന്താ എന്താ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നത്? വിളി വന്നില്ല. വിളിയോ? എന്ത് വിളി? 1 2 3 4 എന്ന വിളി. 1 2 3 4? അതെ, 1 2 3 4 എന്ന വിളി കേൾക്കാതെ അനങ്ങിയ പിള്ളേര് ചൂടാവും. അവരെവിടെ? ഒളിച്ചു കളിക്കുക, ഇതുവരെ വെളി വന്നില്ല. ഇന്നലെ 1 മണിക്കൂർ കഴിഞ്ഞാ വിളിച്ചത്, ഇന്നിപ്പോ 2 മണിക്കൂർ ആവുന്നു. 2 മണിക്കൂറോ? പോയി അന്വേഷിച്ചോ. ഞാനിപ്പ കണ്ടു പേടിച്ചു തരാമേ, ഞാനിപ്പ കണ്ടു പേടിച്ചു തരാമേ. ഇവിടുണ്ട്, ഇവിടുണ്ട്, ഇവിടെ ഇല്ല. ഞാൻ കണ്ടുപിടിക്കാം. അനു, സുധി, അവിടെ ഇല്ല, ബാത്റൂമിലുണ്ടാവും. ബാത്റൂമിൽ അനു, മോനെ കണ്ടേ, ഇവിടെ ഇല്ലല്ലോ. സുധി, അനു,
സുധി സുധി ഹലോ പിള്ളേരെ എവിടെയും കാണുന്നില്ല. ഹലോ അനു ഇത് എവിടുന്ന് ഞങ്ങൾ ഞങ്ങളുടെ മമ്മിയുടെ വീട്ടിൽ നിന്നാ. എവിടുന്ന് എവിടെന്നാ പറഞ്ഞേ മമ്മിയുടെ വീട്ടിൽ നിന്ന്. കളിക്കാതെ കാര്യം പറയാനോ എവിടുന്നാ മമ്മിയാ ഞങ്ങൾ കണ്ടുപിടിച്ചു ഡാഡി. ഞങ്ങൾ ഇന്ന് മമ്മിയുടെ കൂടെയാ കിടക്കുക. അത് പറയാനാ വിളിച്ചത്. ഫോണൊന്ന് കൊടുക്ക ആർക്കോ? മമ്മിക്കോ? മമ്മി സംസാരിക്കില്ല. ഡാഡി ഇവിടെ വന്ന് മാപ്പ് പറയാതെ മമ്മി ഒന്നും സംസാരിക്കില്ല. വരൂ ഡാഡി, ഇപ്പോഴത്തെ അഡ്രസ് ഞാൻ പറഞ്ഞുതരാം. നമ്പർ 1 ലവ് ഷോർ, ബാംഗ്ലൂർ നോർത്ത്. ഫോണിലൂടെ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ വരില്ല. മമ്മി വിടുകയില്ല. മമ്മി വേണ്ട, മമ്മി വരില്ല. ഡാഡി മാപ്പ് പറഞ്ഞാലേ മമ്മി വരൂ. ഒന്ന് വരുന്നുണ്ടോ ഇങ്ങോട്ട്? അതോ ഞാൻ അകത്തേക്ക് വരണോ? മാപ്പ് പറ, അപ്പ വരും. ശരി, ഞാൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു. തോറ്റു. ഇപ്പൊ ഡാഡി ശരിക്കും തോറ്റു. ഇത്രയും ഉണ്ടായിരുന്നുള്ള കാര്യം. ഒരു ചെറിയ മാപ്പ്, ചിന്ന മാപ്പ്, ചിന്ന ചിന്ന മാപ്പ്. അതിന് ഈ കുഞ്ഞു കുട്ടികളെ ഇത്രയും ബുദ്ധിമുട്ടിക്കണമായിരുന്നോ ഈ ഡാഡി? പാവങ്ങള്. സ്വന്തം മമ്മിക്ക് വേണ്ടി ഇവരെത്ര കൊതിച്ചു, എത്ര കഷ്ടപ്പെട്ടു, എത്ര സഹിച്ചു. ഇവരുടെ മനസ്സിലെ ആശകളെ പറ്റി ചിന്ന ആശ, ചിന്ന ചിന്ന ആശ. ആ ആശകളെ പറ്റി ഈ ഡാഡി വല്ലതും അറിയുന്നുണ്ടായിരുന്നോ? അവരുടെ ആശകളും സ്വപ്നങ്ങളും ഒക്കെ എന്നെ പോലെ അറിയുന്നവർ വേറെ ആരാ? വേറെ ആരുമില്ല. ഇല്ല. അപ്പൊ മമ്മിക്കോ? മമ്മി. ശരി പാപ്പ. മമ്മി കണ്ടോ കണ്ടോ, മമ്മിയെ പറ്റി പറയുമ്പോഴുള്ള ദേഷ്യം കണ്ടോ? അനു പാപ്പ. ഇല്ല, ഞങ്ങൾ വരില്ല. കളി കുറച്ച് കൂടുന്നുണ്ട്. വരാനല്ലേ പറഞ്ഞത്? വാ വാ. ഇല്ല, ഇന്ന് ഞങ്ങൾ മമ്മിയുടെ കൂടെയാ. വരാനല്ലേ പറഞ്ഞത്? മമ്മിയെ പറ്റി എന്തൊക്കെയാ കുട്ടികളോട് പറഞ്ഞു വെച്ചിരിക്കുന്നേ? മമ്മി ദുഷ്ടയാണ്, സ്നേഹം പുറത്തേ ഉള്ളൂ, അകത്തില്ല, കോപം വന്നാ കടിച്ചു കീറാൻ വരും. ചെ അതൊക്കെ പോരാഞ്ഞു വല്ലാത്തൊരു വാശിയും. എന്തൊക്കെയാണേലും ഡാഡി മമ്മിയുടെ അടുത്തേക്ക് വരില്ല, മമ്മി വേണേ ഇങ്ങോട്ട് വരട്ടെ. ഇത്രയൊക്കെ അഹങ്കാരം വേണമായിരുന്നോ ഒരു പാവം മമ്മിയോട്? അവസാനം തോറ്റതാരാ? ഞാൻ. അങ്ങനെ തോറ്റു തൊപ്പിയിട്ട് ഡാഡി പിള്ളേരെയും കൊണ്ട് പോയി. അവിടെ കഥ തീർന്നു. വാ. വരാനാ പറഞ്ഞത്. വരാനല്ലേ പറഞ്ഞത്? ഇനി അവരെ വേദനിപ്പിക്കണ്ട, പറയുന്നത് കേക്ക്. എന്തിനാ ഈ ടെൻഷനും ദേഷ്യമൊക്കെ? സമാധാനം ഉണ്ടാക്കാം. ഇന്ന് മമ്മിയുടെ കൂടെ നിന്നാ മതി. വാ, ഇന്നൊരു ദിവസം ഇവിടെ നിന്നു വെച്ച് ഈ മമ്മി കുട്ടികളെ കടിച്ചു തിന്നാനൊന്നും പോകുന്നില്ല. ഇത് ലവ് ഷോറാ. ലവ് ഷോർ എന്ന് വെച്ചാ സ്നേഹതീരം. ഈ തീരത്തുനിന്ന് എത്ര സ്നേഹം വേണേലും വാരിയെടുക്കാം കുട്ടികൾക്ക്. എന്താ ഉറക്കം വരുന്നോ? ഡാഡിയോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ്. കുടിക്കാൻ എന്താ വേണ്ടത്? രാത്രി 7:30 കഴിഞ്ഞാ പിന്നെ ചായ കുടിക്കില്ലല്ലോ. അയ്യടാ, അതൊന്നും മറന്നിട്ടില്ലല്ലേ? എനിക്ക് മറക്കാൻ പറ്റുമോ അതൊക്കെ? ആഹാ, എന്തൊരു ഓർമ്മ, എന്തൊരു സ്നേഹം. താങ്ക് യു. ഇഷ്ടമുള്ള നല്ല ഒന്നാന്തര സൂപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വരുമ്പോ തരാൻ. കുടിച്ചു നോക്ക്. പഴയ രുചിയൊന്നും കാണില്ല ചിലപ്പോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോ രുചി കൂടാനാണ് ചാൻസ്. ഉറങ്ങിക്കോളൂ.
ആരാണ് നീ? പറ, ആരാണ് നീ? പേടിച്ചു പോയോ? അതിന്റെ കാര്യമൊന്നുമില്ല. ഇതൊരു ഡ്രാമയല്ലേ, ഇന്നൊരു ദിവസത്തേക്ക് മാത്രമുള്ള വെറും ഒരു ഡ്രാമ, ഒരു ചിന്ന ഡ്രാമ, ചിന്ന ഡ്രാമ. ചോദിച്ചതിന് ഉത്തരം പറ, ആരാണ് നീ? ദേഷ്യം വേണ്ട, ഒച്ചയും വേണ്ട, കുട്ടികൾ ഉണരും. എന്റെ പേര് ഹേമ. നിങ്ങളെ കുറിച്ച് അധികം ഒന്നും ഞാൻ ചോദിക്കില്ല. അതുകൊണ്ട് എന്നെ കുറിച്ച് നിങ്ങളും ഒന്നും ചോദിക്കരുത്. നമുക്ക് സംസാരിക്കാൻ രണ്ട് നല്ല വിഷയങ്ങളുണ്ടല്ലോ. സുധിയാനു, ഞാൻ കുറെ ആഴ്ചകളായി ഇവിടെ ലാൽബാഗിൽ തന്നെ ചുറ്റിക്കറങ്ങായിരുന്നു. 4 ദിവസം മുമ്പാ ശ്രദ്ധിച്ചത് 2 കുട്ടികൾ എന്റെ പിന്നാലെ ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന്. ഞാൻ ശ്രദ്ധിക്കുമ്പോഴൊക്കെ അവരൊറ്റ ഓട്ടമാ. ഇന്ന് പതിയിരുന്ന് ഞാൻ അവരെ അങ്ങ് പിടിച്ചു. കാര്യം അന്വേഷിച്ചപ്പോ പെട്ടെന്ന് അവരൊരു ചോദ്യം, ഞങ്ങളുടെ മമ്മിയല്ലേ എന്ന്. എനിക്കെന്തോ ഏതാണ്ട് കയറി ഇവിടെ തട്ടി ആകപ്പാടെ എന്തോ പോലെയായി. അറിയാതെ ഞാനങ്ങ് മറുപടിയും പറഞ്ഞുപോയി. ആണല്ലോ, എങ്ങനെ മനസ്സിലായി? അപ്പോഴല്ലേ കാര്യങ്ങൾ അറിയുന്നത്. ഡാഡി പറഞ്ഞു കൊടുത്ത മമ്മിയുടെ എന്തൊക്കെയോ ചായ എനിക്കും ഉണ്ടെന്ന് പല പ്രാവശ്യം പറയണമെന്ന് ആഗ്രഹിച്ചു. അല്ല, നിങ്ങൾക്ക് തെറ്റുപറ്റി, ഞാൻ നിങ്ങളുടെ മമ്മിയല്ലാന്ന്. പക്ഷെ എന്തോ പറയാൻ കഴിഞ്ഞില്ല. പിന്നെ വർത്തമാനായി. എല്ലാം അവര് പറഞ്ഞു, എല്ലാം ഞാൻ അറിഞ്ഞപ്പോ സത്യം മനസ്സുകൊണ്ട് അവരോട് അടുപ്പമായി, ഇഷ്ടമായി. അപ്പൊ തോന്നി ഈ കുഞ്ഞുങ്ങളെ അവരുടെ അമ്മയിലേക്ക് എത്തിക്കാൻ പറ്റിയ അതുപോലൊരു സൗഭാഗ്യം എനിക്ക് ഉണ്ടാവാനില്ലാന്ന്. അങ്ങനെയാണ് ഈ ഡാഡിയെ എന്റെ സ്നേഹതീരത്തിലൊന്ന് എത്തിക്കാൻ ഞാനൊരു ചിന്ന ഡ്രാമ ആടിയത്. പക്ഷെ ഡാഡി എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് ഒരു വലിയൊരു അച്ഛൻ, ഫാദർ ലൈക്ക് പേഴ്സൺ എന്നാണ്. എത്ര ഹാൻസം ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യത്തിൽ നേരിൽ കണ്ടപ്പോ ഞാൻ പോലും ഒന്ന് വല്ലാണ്ടായി. ഞാൻ പോലും? അതെന്താ ഞാൻ പോലും? എന്താ കുഴപ്പം? ഞാൻ മിടിക്കല്ലേ, കാണാൻ നല്ല ചന്തമുള്ള, ആരും മോഹിച്ചു പോകുന്ന. വേണ്ട, അധികം നിങ്ങളിപ്പൊന്നും വേണ്ട. എനിക്ക് വേണമെങ്കിൽ 5 നിമിഷത്തിനകം നിന്നെ പോലീസ് ലോക്കപ്പിലേക്ക് തള്ളിവിടാം. ജീവിതത്തിൽ ഒരിക്കലും താങ്ങാനാവാത്ത വിധത്തിലുള്ള നിയമ നടപടികൾ നിനക്കെതിരെ എടുക്കാം. ചതിക്ക്, ആൾമാറാട്ടത്തിന്, ബ്ലാക്ക് മെയിലിങ്ങിന്. കണ്ണോ നിനക്ക്? എന്തുദ്ദേശത്തിലാണ് നീ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നോടും എന്റെ കുട്ടികളോടും നീ ചെയ്തത് ദ്രോഹമായി, വല്ലാത്തൊരു ദ്രോഹം. നിങ്ങളെല്ലാവരും ഒന്ന് കൂട്ടിച്ചേർക്കുക. ആ ഒരു ദ്രോഹം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അവരുടെ മമ്മിയുടെ അഡ്രസ് എനിക്ക് താ, അല്ലെങ്കിൽ വേണ്ട ഫോൺ നമ്പർ താ. ഞാൻ ഇപ്പൊ ഇവിടെ വരുത്തിച്ചേരാം. എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർത്തു തരാം. That's none of your business. Who are you to interfere in my personal affairs? സുധി, എഴുന്നേക്ക് വാ. വാ മോനെ, വരാല്ലേ, വാ മോനെ, വാ മോളെ, വാ അനു, കരയല്ലേ, വാ എഴുന്നേക്ക്. പറയുന്നത് കേൾക്കാനു. സുധി,